ഹായ് ഒന്ന് കടന്നു. അപ്പൊ ഒന്നും അറിയാതെ ഉറങ്ങിപ്പോയി. എണീറ്റൊക്കെ ഇപ്പൊ ദേ കിടക്കണ് വേട്ടയ്യന്റെ ട്രെയിലർ കാത്തിരിക്കുന്നു. പക്ഷെ ടൈം ഇതാണെന്ന് ഓർമ്മയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അലാറം വെച്ചെങ്കിൽ എഡിറ്റ് ചെയ്തത്. ഇനിയിപ്പോ എന്തായാലും വേറെ ഒന്നും പറയാനില്ല. ആദ്യം നമുക്ക് കണ്ടിട്ട് വരാം. 2 മിനിറ്റ് 39 സെക്കൻഡ്. റെഡി റെഡി ട്രൈ ചെയ്യാനും இந்த நாட்டுல பொண்ணுங்களுக்கு பாதுகாப்பு இல்ல. ஆனா பொறுக்கிங்க பாதுகாப்பா இருக்காங்க. இந்த மாதிரி பொறுக்கி பக்கத்துல என்கவுண்டர் தான் பண்ணணும். അതെ അതെ குற்றவாளியை உடனே பிடிக்கணும். என்ன வேணாலும் ஆக்ஷன் எடுத்துக்கங்க. കേട്ടിട്ടുണ്ട്. It was a brutal murder, sir. இதுதான் கிரிமினலோட ஐடென்டிட்டின்னு எதையும் ஐசோலேட் பண்ணி சொல்ல முடியல சார். உங்களால லா அண்ட் ஆர்டர் மெயின்டைன் பண்ண முடியலன்னா எல்லாரும் ரிசைன் பண்ணிட்டு போங்கயா. ஒரு வாரத்துல என்கவுண்டர் பண்ணியா? தேவையில்லை சார். ഓ ஒரு வாரம் ரொம்ப அதிகம். 3 நாள்ல டிபார்ட்மெண்ட்டுக்கு நல்ல பேர். 3-4 ഡിപ്പാർട്ട്മെന്റ് നല്ല പേര് വരും. Justice delayed is justice denied. Justice hurried is justice buried. അമിതാഭ് நேரத்தோட மதிப்பு தெரிஞ்ச ஒருத்தன் தான் சாதிக்க முடியும். திருடுங்கண்ணா முகமூடி போடணும்னு அவசியம் இல்லை. கொஞ்சம் குற்றங்கள் தொட்டதாய் மாதிரி அதை வளர விடக்கூடாது சார். அவன் கிட்ட வக்கீல் படையே இருக்கு. அவன் நெட்வொர்க்ல 2000 பேருக்கு மேல இருக்கிறாங்க. இவ்வளவு பெரிய போலீஸ் ஃபோர்ஸ் வெப்பன்ஸ் பவர் இருந்தும் ஒரு கிரிமினல் அக்யூஸ் பண்ணிட்டு இருக்காங்க சொன்னா அங்க போலீஸ் சரியா வேலை செய்யலன்னு அர்த்தம். சும்மா பேசிட்டு இந்த ப்ரோஜனம் இல்லை. அவனை தூக்குவான். காட் இட். அநீதியை நீதியால நாம் வெல்ல முடியும். இன்னொரு அநீதியால இல்லை. அநியாயம் நடக்கும்போது போலீஸ் அமைதியா இருக்கிறத விட அதிகாரத்தை கைது எடுக்கிறது தப்பில்லை ஜட்ஜ் சார். நீங்க என்ன எந்த போஸ்ட்ல தூக்கி அடிச்சாலும் நான் அதே போலீஸ்காரன் தான். என்கிட்ட இருந்தவனை யாராலையும் காப்பாற்ற முடியாது. ഒക്ടോബർ 10th ടൈം കാത്തിരിക്കുകയാണ് ഈ പടത്തിന് കേട്ടോ. ഈ സീൻ എന്താണ് ഇപ്പൊ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്, പടത്തിന് സ്ഥിരം നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ള എന്താ പറയാ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ്. മാല പൊട്ടിക്കുന്നു, ലേഡീസിനെതിരെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറുന്നു. ഈ മാല പൊട്ടിക്കുമ്പോൾ അമ്മയാണെന്നോ ചെറിയ കുഞ്ഞുണ്ടോ ഒന്നും നോക്കാതെ മാല വലിച്ചു പൊട്ടിക്കുന്നു. ഇത്തരത്തിലുള്ള സാധനം മാല ഞാൻ പറയാൻ കാരണം, ഫോക്കസ് ചെയ്ത് പറയാൻ കാരണം, ഒരു സീനിൽ ജസ്റ്റ് ഇങ്ങനെ ക്ലോസപ്പിൽ ഇങ്ങനെ മാല ഒരു സാധനം കാണിച്ചു തന്നുകൊണ്ടാട്ടോ. ഇനി അതന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഊഹിച്ചൊന്നല്ല, എന്തോ ആവട്ടെ, നമ്മൾ കുറച്ച് ക്രിമിനൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും അങ്ങനെ അവനാണ് ട്രെയിലർ കാണുമ്പോൾ സാധ്യത തോന്നുന്നത്. പക്ഷേ രജനീകാന്താണ് അവിടെയാണ് കളി എന്ന് പറയുന്നത്. പുള്ളിന്റെ ഇതിനു മുമ്പ് ഇപ്പൊ പേട്ട കുറെ ചില ആൾക്കാർ ഇത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ഇറങ്ങിയിട്ടുള്ള 2 പടം, പേട്ടയാണെങ്കിലും അതിന്റെ ഒപ്പം ഒരു പടം കൂടി ഉണ്ട്, അയ്യോ എന്റെ പേരും കിട്ടുന്നില്ല, അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ആസ്വദിച്ച എന്താ പറയാ തിയേറ്ററിൽ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പൊ അത്തരത്തിൽ ഈ സിനിമയും ഒരു ട്രീറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു രജനീകാന്ത് മാജിക് സാധനം ആകാനാണ് സാധ്യത. ഇപ്പൊ TJ ജ്ഞാനവേൽ പുള്ളിക്കാരൻ എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണുള്ളത്. കാരണം തൊട്ടു മുമ്പുള്ള പടം ജയ്ഭീമായിരുന്നു. പക്ഷെ എന്നാലും അത് എന്തിരുന്നാലും എനിക്കറിയാം ഈ TJ ജ്ഞാനവേൽ ജയ്ഭീം പോലൊരു സാധനം ആയിരിക്കില്ല ഇവിടെ നമ്മുടെ മുമ്പിൽ പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രസന്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ നായകൻ രജനീകാന്താണ്. അപ്പൊ അത്തരത്തിലുള്ള ആളെ കിട്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ടെങ്കിൽ പോലും പുള്ളിക്കാരൻ ശ്രമിച്ചിട്ടുള്ളത് ട്രെയിലർ കണ്ടെടുത്തോളം അല്ലെങ്കിൽ ഇത്രയും വന്ന അപ്ഡേറ്റുകൾ അറിഞ്ഞിടത്തോളം ആ ഒരു രജനീകാന്ത് മാജിക് അല്ലെങ്കിൽ രജനീകാന്തിസം, ആ ഒരു സ്വാഗ്, ആ ഒരു സ്റ്റൈല് അത് സ്ക്രീനിൽ കൂടുതൽ കൊണ്ടുവരാൻ തന്നെയാണ് പുള്ളിക്കാരൻ ശ്രമിച്ചിട്ടുള്ളത്. ആൻഡ് എത്ര നമ്മൾ കണ്ടിട്ടുള്ള കഥയാണെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് സ്റ്റിൽ TJ ജ്ഞാനവേലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നൊരു വിശ്വാസവും എൻ്റെ ഉള്ളിലുണ്ട്. നടന്മാരിലേക്ക് വരുമ്പോൾ ഫഹദ് ഫാസിൽ ഫസ്റ്റ് തന്നെ, ഫഹദ് ഫാസിൽ ഇതൊരു പൊളിക്കും. പിന്നെ ഫഹദ് ഫാസിലിനെതിരെ ഇപ്പോൾ ഉള്ളൊരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ
എല്ലാ ക്യാരക്ടറും ഒരുപോലെ ഫീൽ ചെയ്യുന്നുള്ളൊരു കുറ്റം അവിടെ ചാർത്തപ്പെടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ഇതിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ലുക്ക് വൈസ് ആണെങ്കിലും എനിക്ക് ആ അടി ഭയങ്കര ഇഷ്ടമായി. ഫുള്ളായിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയ സാധനം ഉണ്ടല്ലോ, അതുവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഭയങ്കര രസമായിട്ട് മഞ്ജു വാര്യറിനെ ഊട്ടി കാണിച്ചിട്ടില്ല. ഇപ്പോ ഒരു പോസ്റ്ററിലുണ്ടായിരുന്നു, പോസ്റ്ററിലല്ല, അതൊരു പാട്ട് ഇറങ്ങിയതായിരുന്നു. അതിന്റെ തമ്മനയിൽ ഉണ്ടല്ലോ ഇങ്ങനെ കൂടെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്, സാരിയൊക്കെ എടുത്ത് ഈ ഇദ്ദേഹം ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന പോലത്തെ ഒരു സംഭവം. അപ്പൊ അത്തരത്തിൽ മെയിൻ ക്യാരക്ടറിനെ അറിയാം, പക്ഷെ എന്തോ ഒരു സർപ്രൈസ് പോലെ അല്ലെങ്കിൽ അത് നമ്മുടെ മുമ്പിലേക്ക് ശരിക്കും തന്നിട്ടില്ല ഈ ട്രെയിലർ. അത് കഴിഞ്ഞാൽ അമിതാഭ് ബച്ചന്റെ വോയിസ് ആദ്യം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ആദ്യം പ്രകാശ് രാജാണ് കൊടുത്തിരുന്നത്. എന്തോ ഒരു സുഖമില്ലാത്തൊരു ഫീല് ഉണ്ടായിരുന്നു ഫസ്റ്റ് കണ്ട സമയത്ത്. പിന്നീട് ഇത് ദേവര തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഇതിന്റെ ട്രെയിലർ വന്നപ്പോൾ അതിൽ അമിതാഭ് ബച്ചന്റെ വോയിസ് തന്നെ. അപ്പൊ ഞാനിത് എന്താ സംഭവം, ഇത് മാറിയതാണെങ്കിൽ എനിക്കത് നമുക്ക് കേട്ട് ഇതൊരു ഓക്കെ, ഇതൊരു യൂസ്ഫുൾ ആവുമല്ലോ, നമുക്ക് എന്താ പറയാ, എന്തൊരു വേർഡ് പറയും, അങ്ങനെ ആയി പോയതാണോ എന്നൊരു സംശയം. പക്ഷെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലായി. പിന്നെ AI ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്നോട് അറിയാൻ സാധിച്ചിരുന്നു. ഇനി AI തന്നെയാണോ അതോ പുള്ളിക്കാരൻ തന്നെ പിന്നീട് ഡബിങ് വേറെ കൊടുത്തിരിക്കുകയാണോ എനിക്കറിയില്ല. പക്ഷെ പക്ക പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒന്നും കൂടി ആ ഒരു ഗുമ്മ് കിട്ടുന്നുണ്ട്. ഇനി രജനീകാന്തിന്റെ ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിൽ ആസ് യൂഷ്വൽ പവർഫുൾ ക്യാരക്ടറാണ്. പക്ഷെ ഇതിലെ ഫൈറ്റ് അത്ര ഗുമ്മ് വന്നിട്ടില്ല. ആ ഒരു പഞ്ച് ഉണ്ടല്ലോ, ഒരു ഇടിന്റെ ഒരു പവർ അത് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ട്രെയിലറിന് മൊത്തത്തിൽ ഏകദേശം ഉണ്ടല്ലോ ആ സാധനം, അത് ഇതിലെ മെയിൻ ഒരു സാധനമാണ് നടൻ വരുമ്പോഴുള്ള ഒരു സംഭവം. അതൊഴികെ ബാക്കി ഏകദേശം കുറെ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ആക്ഷൻ രംഗങ്ങളിലൊക്കെ ഒറ്റ BGM ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതിലേക്ക് ഈ വോയിസ് സൗണ്ട് മിക്സ് ചെയ്തപ്പോൾ ഉള്ളൊരു സംഭവമാവാനാണ് സാധ്യത. അത് സിനിമയിൽ വരുമ്പോൾ ചിലപ്പോൾ ഭയങ്കര കിടലൻ സാധനം, വിഷ്വൽസ് ഭയങ്കര ഗംഭീരമാണ്. മാത്രമല്ല മ്യൂസിക്കിലേക്ക് വരുമ്പോൾ അനിരുദ്ധ് പുള്ളിക്കാരൻ പൊളിക്കുന്നില്ലെന്ന് യാതൊരു ഡൗട്ടും ഇല്ല. ആക്ഷനിലേക്ക് വരുമ്പോഴും ഒരു ഗ്യാപ്പിന് ശേഷം, ഇതിനു മുമ്പ് എനിക്ക് അറിയാത്തോണ്ടാണോന്നും അറിയില്ല, പക്ഷെ ഞാൻ എന്തോ പെട്ടെന്ന് നമ്മുടെ ആ വേർഡ് സ്ട്രൈക്ക് ചെയ്യണത് ഇപ്പോഴാണ്. അതായത് അൻപറിവ് ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതല്ലാതെ പടം ചെയ്തത് RDX ആണ് ലാസ്റ്റ് മനസ്സിൽ കിടക്കുന്നത്, ഒരു മലയാളി, അതുകൊണ്ടായിരിക്കാം. തമിഴിൽ വേറൊരു പടം പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എന്തായാലും ഇതിൽ ആ അൻപറിവ് എന്നുള്ളത് ആ ഫൈറ്റ് കൊറിയോ അത് പെട്ടെന്ന് സ്ട്രൈക്കായി. സോ അതുകൊണ്ട് തന്നെ ഫൈറ്റിൽ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് പുള്ളിക്കാരനും കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അൻപറിവിന്റെ ഒരു ഡിഫറെന്റ് വരൊന്നുമില്ല. അവരുടെ ഒരു സ്റ്റൈൽ, ആ ഒരു ആക്ഷന്റെ ഒരു സ്റ്റൈൽ മടുത്തു തുടങ്ങിയിട്ടില്ല പേഴ്സണലി എനിക്ക് കിട്ടും. ഞാൻ എന്റെ കാര്യം പറഞ്ഞ എല്ലാവർക്കും എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും മൊത്തത്തിൽ ഒരു കിഡ്ലൻ ആക്ഷൻ പാക്ട് ഇമോഷണൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം തന്നെയായിരിക്കും സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കാത്തിരിക്കുന്നത് ആ രജനീകാന്തിന്റെ ഒരു സ്വാഗ് സ്ക്രീനിൽ കാണാനും അത് എൻജോയ് ചെയ്യാനും വിസിലടിക്കാനും കൈയടിക്കാനൊക്കെ തന്നെയാണ്. വിസിലടിക്കാൻ അറിയില്ല, വിസിലടിക്കുന്നവരത് കണ്ട് എൻജോയ് ചെയ്യാനും കൈയടിക്കാനും കൂക്ക് വിളിക്കാനും മാർപ്പ് വിളിക്കാനൊക്കെ തന്നെയാണ്. അത് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ത് വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാന ഈ സിനിമ കാണാനുള്ള മോട്ടീവ് അതെന്താണെന്നുള്ളത് കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരെ